Hello viewers, welcome to our channel Techie. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ട്യൂൺ ആപ്പിനെ കുറിച്ചാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മുടെ തന്നെ ഫോട്ടോസ് എടുത്ത് അനിമേറ്റ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ഇതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്പാണ് ട്യൂൺ ആപ്പ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ അല്ല. എങ്ങനെയാണ് ട്യൂൺ ആപ്പ് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി ഒരു അനിമേറ്റഡ് ഫോട്ടോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായി ഫസ്റ്റ് ട്യൂൺ ആപ്പ് എടുക്കുക. അതിനുശേഷം അതിനകത്തിപ്പോൾ കുറേ ഇമേജസ് കാണുന്നുണ്ട്. ആ ഇമേജസിൽ ഞാനിപ്പോൾ ഒരാളുടെ ഇമേജ് ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു സെലിബ്രിറ്റിയുടെ ഇമേജാണ്. വിരാട് കോഹ്ലിയുടെ ഇമേജാണ് എടുക്കുന്നത്. ഇമേജ് വെച്ചിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ എടുത്തതിന് ശേഷം അത് കുറച്ച് ടൈം എടുത്തിട്ട് അതിൻ്റെ ഒരു ഡ്രോയിങ് ഓട്ടോമാറ്റിക്കലി കാർട്ടൂൺ ഡ്രോയിങ് അത് ഓൾറെഡി വരയ്ക്കും. ഇത് കാണാം. നമുക്ക് അടി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന ഓപ്ഷനൊക്കെ ഉണ്ട്. നമുക്ക് ചെയ്യണമെന്നില്ല. നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ സ്കിപ്പ് കാണാം. സ്കിപ്പ് ഞെക്കുക. ഇപ്പോൾ ഒരു ആഡ് കാണിക്കും. ആഡ് ഒരു 5 സെക്കൻഡ്സ് ഉണ്ടാവുള്ളൂ. 5 സെക്കൻഡ്സ് ചെയ്യുമ്പോൾ ആഡും ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്കിപ്പോൾ ആളുടെ കാർട്ടൂൺ ഇമേജ് കാണാം. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്രൊവേർഷൻ ഇല്ലാത്തതുകൊണ്ട് ടോൺ ആപ്പ് എന്ന രീതിയിൽ അടിയിൽ ഒരു വാട്ടർ മാർക്ക് കൂടെ എഴുതി കാണിക്കും. അപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്കത് സ്ക്രീൻഷോട്ട് എടുക്കാം. നമ്മൾ സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്ത ശേഷം എഡിറ്റ് കൊടുക്കുക. ആ സ്ക്രീൻഷോട്ട് നമ്മുടെ ഫേസ് മാത്രം രീതിയിൽ ആക്കാം. നമ്മൾ സേവ് ചെയ്തു. ഇതാണ് നമ്മൾ യഥാർത്ഥ കാർട്ടൂൺ ഇമേജ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാവരും വളരെ ട്രെൻഡായിട്ട് കാണുന്ന കാർട്ടൂൺ ഇമേജ് വിത്ത് ഫുൾ ബോഡി അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് അടുത്തെടുക്കേണ്ട ആപ്പ് എന്ന് വെച്ചാൽ പിക്സാർട്ട് എന്ന ആപ്പാണ് നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത്. ആപ്പിലാണ് നമുക്ക് കാർട്ടൂൺ ഇമേജ് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പിക്സാർട്ട് ഓപ്പൺ ചെയ്തു. അതിന് ഫസ്റ്റ് ലോഗിൻ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ലോഗിൻ സ്കിപ്പ് അതൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ സൈൻ ഇൻ വെച്ചിട്ട് ഗൂഗിൾ ആഡ് വെച്ചിട്ടാണ് ചെയ്യാം. ഇപ്പോൾ ഒരു ആഡ് വന്നിരിക്കുന്നത് ഗൂഗിൾ പിക്സാർട്ട്. ഞാൻ ഓൾറെഡി സൈൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ കാണിക്കും. ഇപ്പോൾ ഈ ആപ്പിൻ്റെ അടിയിലായിട്ട് നമുക്കൊരു പ്ലസ് ബട്ടൺ കാണാം. പ്ലസ് ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. എഡിറ്റ് ഫോട്ടോ, എഡിറ്റ് വീഡിയോ, മേക്ക് കൊളാജ്, ബാക്ക്ഗ്രൗണ്ട്, അപ്ലൈ എഫക്റ്റ്, ബ്യൂട്ടിഫൈ. അതിൽ നമ്മൾ എഡിറ്റ് ഫോട്ടോ എടുക്കുന്നു. എഡിറ്റ് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്കിവിടെ ലാസ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്ത സെലിബ്രിറ്റിയുടെ വീഡിയോ ആണ്. അല്ലാതെ നമ്മൾ സെർച്ച് ഓപ്ഷൻ കൊടുക്കുമ്പോൾ സെർച്ച് ഓപ്ഷനിൽ കാർട്ടൂൺ എന്ന് ടൈപ്പ് ചെയ്യുക. കാർട്ടൂൺ ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിൽ കാണുന്ന ഇമേജസ് കാർട്ടൂൺ ടൈപ്പ്സ് ആയിരിക്കും. നമുക്കതിനകത്ത് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഓരോരോ ഇമേജസ് കാണാം. ഇമേജസ് സ്ക്രോൾ ഡൗൺ ചെയ്ത് കാണിച്ചു തരാം നമുക്ക് ഫുള്ള്. ഒരുപാട് കാർട്ടൂൺ ഇമേജസ് ഇതാകുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു കാർട്ടൂൺ ഇമേജ് ഫുൾ സെലക്ട് ചെയ്യുന്നു. അതിന് ശേഷം ആ കാർട്ടൂൺ ഇമേജ് കണ്ടു. ഈ കാർട്ടൂൺ ഇമേജിനകത്ത് നമ്മുടെ മുമ്പ് ഉണ്ടാക്കിയ ടോൺ ആപ്പിൻ്റെ ഫേസ് എടുത്തിട്ട് ഇതിനകത്ത് പ്ലേസ് ചെയ്യണം. അതിനകത്ത് ട്രിക്ക് കൂടെ ഉണ്ട്. അത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ആഡ് ഫോട്ടോ കൊടുക്കുക. ആഡ് ഫോട്ടോ കൊടുത്തതിന് ശേഷം ഫോട്ടോ സെലക്ട് ചെയ്യുക. മുകളിൽ ആഡ് കൊടുക്കുക. ആഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ ഇപ്പോൾ നമ്മുടെ ഫോട്ടോൻ്റെ മുകളിൽ നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോ വന്നു. ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തതിന് ശേഷം അടിയിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ കട്ട് ഓപ്ഷൻ കാണാം. ഈ കട്ട് ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് 2 ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഒരു ഫേസ് ഉണ്ട്, ക്ലോത്ത്സ് ഉണ്ട്, സ്കൈ ഉണ്ട്, ഹെഡ് ഉണ്ട്, ഹെയർ ഉണ്ട്. എന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓരോന്ന് സെലക്ട് ചെയ്ത് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഔട്ട്ലൈൻ ഉണ്ട്. ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഔട്ട്ലൈനായിട്ട് ഔട്ട്ലൈൻ ചുമ്മാ ഡ്രാഗ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫേസിന് ചുമ്മാ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഫുൾ ഡ്രാഗ് ചെയ്ത്. ഇനി നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ കാണാൻ പറ്റും ആളുടെ ഫേസ് ആയിരിക്കുന്നത്. ഇനി നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പുറത്ത് റീസ്റ്റോർ എന്നെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ ഇതിൻ്റെ ചെവിയും കൂടെ ആയിട്ടില്ല. അപ്പോൾ പുള്ളിയുടെ ചെവി ഒന്ന് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ചെവിയും കൂടെ ആഡ് ചെയ്തു. നമ്മൾ സേവ് കൊടുക്കും. സേവ് കൊടുക്കുമ്പോൾ അയാളുടെ ഫേസ് മാത്രമായിട്ട് അവിടെ വരും. ആ ഫേസ് നമ്മൾ ചെറുതാക്കിയിട്ട് ആ തലയ്ക്ക് പറ്റിയ രീതിയിൽ ചെയ്യും. വെൽക്കം ബാക്ക്. സോ എങ്ങനെയാണ് ട്യൂൺ ആപ്പ്, പിക്സാർട്ട് 2 ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരു ഫുള്ളി അനിമേറ്റഡ് ഫോട്ടോ ക്രിയേറ്റ് ചെയ്യുക എന്ന് നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ചോദ്യമോ അല്ലെങ്കിൽ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും പുത്തൻ ടെക്നോളജി ഐഡിയാസ് ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഷെയർ ചെയ്യാനും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരെ ടെക്കി സൈനിങ് ഓഫ്.